റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം ഉള്ള രോഗികൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ ഭക്ഷണക്രമത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ. ആന്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് തരുന്ന എല്ലാ തരത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ള വസ്തുക്കളാണ് ആന്റി ഓക്സിഡൻസ്. ഇത് പലതരത്തിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് അടങ്ങിയിരിക്കുന്നത്. പല തരത്തിലും പല നിറത്തിലുമുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മത്തങ്ങ, ക്യാരറ്റ്, തക്കാളി, ആപ്പിള്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, നാരങ്ങ, മൊസമ്പി പോലെയുള്ള ഫ്രൂട്ട്സില് ഇതെല്ലാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ബെറീസില് എല്ലാം ഈ ഒരു ആന്റി ഓക്സിഡൻസിന്റെ പ്രസൻസ് ധാരാളമായിട്ടുണ്ട്. അതുകൂടാതെ പലതരത്തിലുള്ള ഇലക്കറികളിലും കഴിക്കുന്നതും ഈ ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് സഹായകമാകാറുണ്ട്. പിന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ ഇതെല്ലാം ആമവാദം ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഒരു പ്രധാന കണ്ടന്റ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നുള്ളത്. ഇത് പലതരത്തിലുള്ള ചെറു മത്സ്യങ്ങളിൽ, അതുപോലെ ഡ്രൈ നട്ട്സ്, നിലക്കടല, അതുപോലെ ആൽമണ്ട് പോലെയുള്ള കപ്പലണ്ടി പോലെയുള്ള ഡ്രൈ നട്ട്സിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഷുഗറിന്റെ കൺസപ്ഷൻ കുറയ്ക്കുക, പൂർണ്ണമായിട്ട് നിരോധിക്കാനല്ല പറയുന്നത്, കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും നമ്മളുടെ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു ബാലൻസ് കറക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ സ്പൈസസ് ആയ മഞ്ഞള്, ഇഞ്ചി, കുരുമുളക് ഇതിനെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അപ്പം മഞ്ഞളിലൊക്കെ അടങ്ങിയിരിക്കുന്ന കുക്കുർമീനൊക്കെ നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ നൽകുന്നവയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചുവന്നുള്ളി, മഞ്ഞള്, ഇഞ്ചി, കുരുമുളക് ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സ്മോക്കിംഗ് പോലെയുള്ള ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ എക്സസൈസ്, ഡെയിലി എക്സസൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഹോബീസ് എന്ന് പറയും, അതെല്ലാം ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മെഡിറ്റേഷൻസ്, യോഗ പോലെയുള്ള പ്രാക്ടീസസും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മളുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം മാത്രമല്ല മറ്റെല്ലാ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.